ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈസ് ടു ആർ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോബയോളജി സബ്ജക്റ്റ് ആയിരിക്കും. തേർഡ് സെമസ്റ്റർ കുട്ടികളുടെ ഏറ്റവും കുറച്ച് പാടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈക്രോബയോളജി ഫെയിലിയർ റേറ്റും അത്യാവശ്യം കൂടുതൽ തന്നെയാണ്. അതുകൊണ്ടാണ് നന്നായിട്ട് പഠിക്കേണ്ടത് ആവശ്യകതയുണ്ട്. മൈക്രോബയോളജി ഒരു സിംഗിൾ പേപ്പർ അല്ല, മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ രണ്ടും കൂടിയുള്ളതാണ് നമ്മുടെ ഈ പേപ്പർ വരുന്നത്. അപ്പൊ മൈക്രോബയോളജിയുടെ എൻ്റെ 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മൈക്രോബയോളജിയുടെ ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ള ആ 4 ചാപ്റ്റേഴ്സും ആയിരിക്കും ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ 4 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് ചാപ്റ്റർ വരുന്ന ഇൻട്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോബ്സ്. തേർഡ് ചാപ്റ്റർ പത്തോജനിക് ഓർഗാനിസം ആൻഡ് ഫോർത്ത് ചാപ്റ്റർ ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോബ്സ്. ആദ്യം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ കാണാം, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ അത്ര വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല. ലോങ് എസ്സേയോ ഷോർട്ട് എസ്സേക്കോ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്ന ടൈപ്പുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് പറയുന്നില്ല. എന്നാലും ചിലപ്പോൾ MCQ അതുപോലെ വെരി ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് താനും. അപ്പൊ MCQ ഒക്കെ ഒന്ന് വായിച്ച് നോക്കി വെക്കുക. നമ്മുടെ MCQ അല്ല, ഈ ചാപ്റ്റർ ബേസ് ചെയ്ത എല്ലാ ചാപ്റ്റേഴ്സും ബേസ് ചെയ്യുന്ന MCQ എല്ലാം നമ്മുടെ ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതും വായിച്ചു നോക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വെരി ഷോർട്ട് ആൻസേഴ്സ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ഫോർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദ ഫീൽഡ് ഓഫ് മൈക്രോബയോളജി. മൈക്രോബയോളജിയിലെ 4 മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 കോൺട്രിബ്യൂട്ടേഴ്സിന്റെ പേര് അങ്ങ് ഡയറക്റ്റ് എഴുതിയാൽ മാത്രം മതിയായിരിക്കും. ലൂയിസ് പാസ്റ്റർ, ജോസഫ് ലിസ്റ്റർ, റോബർട്ട് കോച്ച്, അലക്സാണ്ടർ ഫ്ലെമിംഗ്, അതുപോലെ തന്നെ എഡ്വേർഡ് ജെന്നർ, അങ്ങനെ കുറെ ആൾക്കാരുടെ പേരുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു 4 പേരുടെ പേര് നോക്കി വെക്കുക. നെക്സ്റ്റ് ഒരു PYQ ആണ്. ഇനോമറേറ്റ് 4 ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോബയോളജി ഇൻ നഴ്സിംഗ്. നഴ്സിംഗിൽ മൈക്രോബയോളജിയുടെ 4 ആപ്ലിക്കേഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വെരി ഷോർട്ട് ആൻസർ ആണ്. 2 മാർക്കിന് 4 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നത്? ഫസ്റ്റ് മെയിൻ ആയിട്ടും ഡയഗ്നോസിസ് ഓഫ് ഡിസീസ്, ഏതെങ്കിലുമൊക്കെ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മൈക്രോബയോളജി ആവശ്യമാണ്. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റിമൈക്രോബിയൽ തെറാപ്പി അല്ലെങ്കിൽ ആന്റിബയോട്ടിക് തെറാപ്പിക്കുള്ള അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. ഈ 4 മെയിൻ പോയിന്റ്സ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോബയോളജി ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോബയോളജി. 4 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോബയോളജി നോക്കി വെക്കുക. എന്താണ് ബേസിക് ആയിട്ടുള്ള മൈക്രോബയോളജിയുടെ പ്രിൻസിപ്പിൾസ് വരുന്ന ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ്, മൈക്രോ ഓർഗാനിസംസ് ആർ എവരിവെയർ. മൈക്രോ ഓർഗാനിസം ഈ ലോകത്ത് എവിടെ നോക്കിയാലും ഏത് മുക്കിലും മൂലയിലും എല്ലായിടത്തും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി ബെനിഫിഷ്യൽ ഓർ ഹാർംഫുൾ. മൈക്രോ ഓർഗാനിസംസ് ബോത്ത് ഹാർംഫുള്ളും ആണ് അതുപോലെ തന്നെ ബെനിഫിഷ്യലും ആണ്. മൈക്രോ ഓർഗാനിസം ഗ്രോ ആൻഡ് റീപ്രൊഡ്യൂസ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. ഓരോ മൈക്രോ ഓർഗാനിസത്തിനും അതിൻ്റെതായ സ്യൂട്ടബിൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഗ്രോ ചെയ്യത്തുള്ളൂ, റീപ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഫോർത്ത് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസം ക്യാൻ ബി കൺട്രോൾഡ്, അല്ലെ? മൈക്രോ ഓർഗാനിസംസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ രോഗങ്ങൾ കണ്ടുപിടിക്കുക, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുകയും അതിന് റിക്കവർ ചെയ്യാനൊക്കെ പറ്റുന്നത്. അതാണ് മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി കൺട്രോൾഡ്. സോ ഇത് 4 മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. നമുക്കിനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോബ്സ്. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ വെയിറ്റേജും ലോങ് എസ്സേ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററുമാണ് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടത് തന്നെയാണ്, ഒന്നും സ്കിപ്പ് ചെയ്ത് കളയാനില്ല. എല്ലാം പഠിച്ചേച്ചു ഇതിൻ്റെ അകത്ത് ഈ ചാപ്റ്റർ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചേച്ചു പോവുകയാണെങ്കിൽ എന്തായാലും ലോങ് എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ 1-2 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഇതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോബ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ മൈക്രോബ്സിനെ 2 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ഷേപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കോക്കയും അതുപോലെ തന്നെ ബാസിലയും. കോക്കൈ എന്ന് പറയുമ്പോൾ സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആണ്, ആൻഡ് ബാസില എന്ന് പറയുന്നത് റോഡ് ഷേപ്പ്ഡ് ആണ്. ഇതുകൂടാതെ ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ് ഉപയോഗിച്ചും നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഗ്രാം പോസിറ്റീവ് അതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ്. ഗ്രാം പോസിറ്റീവ് ബാസിലെ, ഗ്രാം നെഗറ്റീവ് ബാസിലെ, ഗ്രാം പോസിറ്റീവ് കോക്ക ആൻഡ് ഗ്രാം നെഗറ്റീവ് കോക്കൈ, ഇങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. ഗ്രാം സ്റ്റെയിനിങ് എന്നാന്ന് നമുക്ക് മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കൂടാണ്ട് കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സ്പൈറോകീറ്റ്സ് ഉണ്ട്, അതുപോലെ മൈക്കോപ്ലാസ്മ,
റിക്കറ്റ്സിയെ, ക്ലമീഡിയെ പോലുള്ള കുറച്ച് മിസ്ലേനിയസ് ഗ്രൂപ്പ്സും വരുന്നുണ്ട്. ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചർ കാണാം. ഒരു ബാക്ടീരിയ സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഡ്രോ എ നീറ്റ് ലേബിൾഡ് ബാക്ടീരിയ സെൽ, എക്സ്പ്ലെയിൻ ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ. ഇതായിരുന്നു ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുകൂടാതെ എക്സ്പ്ലെയിൻ ബാക്ടീരിയൽ സെൽ വിത്ത് ഇറ്റ്സ് മോർഫോളജി എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മോർഫോളജി എന്ന് ചോദിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ എഴുതേണ്ടത് ഈ ഷേപ്പ് അതുപോലെ ഗ്രാം സ്റ്റെയിനിങ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നിങ്ങൾ മോർഫോളജിയിൽ ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ബാക്ടീരിയ സെൽ അനാട്ടമി കാണാം. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് 3 പാർട്സ് ആണ് പറയുന്നത് ഒരു ബാക്ടീരിയ സെൽസിന്. ആദ്യം എന്ന് പറയുന്ന ഔട്ടർ ലെയർ ഓർ ദി എൻവലപ്പ് ഓഫ് എ ബാക്ടീരിയ സെൽ എന്നാണ് പറയുന്നത്. അതൊരു റിജിഡ് സെൽ വാൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ അണ്ടർലൈങ് ആയിരിക്കും പ്ലാസ്മ മെംബ്രെയിൻ വരുന്നത്. പിന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആണ്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എല്ലാ ബാക്ടീരിയൽ സെൽസിനും ഉണ്ടാവില്ല, ചിലതിന് മാത്രമേ കാണത്തുള്ളൂ. എന്ന് പറയുന്നത് കുറച്ച് സെൽ വാൾ അപ്പൻഡേജസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഫ്ലജല്ല അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ, ഫിംബ്രെ പോലുള്ള കുറച്ച് സെൽ വാൾ അപ്പൻഡേജസ് ആണ് മൂന്നാമത്തെ പാർട്ടായിട്ട് വരുന്നത്. അതെല്ലാ ബാക്ടീരിയൽ സെൽസിനും അപ്പിയർ ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാളിന്റെ ഡിഫറൻസ് നോക്കാം. ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാള് ഈസ് മേഡ് അപ്പ് ഓഫ് 2 ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്: പെപ്റ്റിഡോഗ്ലൈക്കാനും തേക്കോയിക് ആസിഡും. പക്ഷെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കാനും അതുപോലെ തന്നെ ലിപ്പോ പോളിസാക്കറൈഡും വെച്ചിട്ടായിരിക്കും. സോ ഇത് രണ്ടുമാണ് ഒരു ഡിഫറൻസ് വരുന്നത് അതിൻ്റെ അകത്ത്. ഇനി നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ സെൽ മെംബ്രെയിൻ്റെ ഇമ്പോർട്ടൻസ് കാണാം. ഓക്കെ, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു 5 to 10 നാനോമീറ്റർ തിക്നെസ് ഉള്ള ഫോസ്ഫോലിപ്പിഡ്സ് വെച്ച് ആണ് അതിന്റെ എൻ്റയർ തിക്നെസ് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തും എഴുതാവുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫങ്ഷൻസും ആഡ് ചെയ്യുക. എന്താണ്? ഓസ്മോട്ടിക് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ന്യൂട്രിയൻസ് ആവട്ടെ, അയോൺസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് ഈ ബാക്ടീരിയ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൈറ്റോപ്ലാസത്തിന്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? നമ്മുടെ സൈറ്റോപ്ലാസത്തിന്റെ അകത്ത് ഓരോ സെൽ ഓർഗനൽസ് ഉള്ള പോലെ ഇതിൻ്റെ അകത്ത് സൈറ്റോപ്ലാസത്തിന്റെ അകത്ത് എന്തൊക്കെ പാർട്സും കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. ആദ്യം എന്ന് പറയുന്നത് റൈബോസോംസ് ആണ്. റൈബോസോംസ് എന്ന് പറയുന്നത് നമ്മുടെ പോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ട് കമ്പോസ്ഡ് ഓഫ് RNA അതുപോലെ തന്നെ റൈബോസോമൽ പ്രോട്ടീൻസ് വെച്ചിട്ടുള്ളതാണ് ഈ റൈബോസോംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് എന്ന് പറയും. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് മെയിൻലി ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഫുഡ്, ന്യൂട്രിയൻസ് ആൻഡ് എനർജി ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇൻക്ലൂഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന മീസോസോം ആണ്. മീസോസോം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റെസ്പിറേഷൻ ആണ്. ബാക്ടീരിയ സെൽസിന്റെ റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ബോഡിയിലെ മൈറ്റോകോൺട്രിയ എന്ത് ഫംഗ്ഷൻ ആണോ ഇന്ന് അതിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് മീസോസോം ഒരു ബാക്ടീരിയൽ സെല്ലിൽ ചെയ്യുന്നത്. പിന്നുള്ളത് ന്യൂക്ലിയോയിഡ് ആണ്. ന്യൂക്ലിയസ് അല്ല, ന്യൂക്ലിയോയിഡ്. നമ്മുടെ ബാക്ടീരിയൽ സെൽസിന് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനോ ന്യൂക്ലിയോലസോ ഒന്നും ഉണ്ടാവില്ല. ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു പാർട്ടായിരിക്കും, ജനറ്റിക് പാർട്ട് കണ്ടെയ്ൻ ചെയ്ത ഒരു ഇറഗുലർ ഷേപ്പ് ഒന്നും, പർട്ടിക്കുലർ ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഒരു പോർഷൻ ആണ്. അതിനെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന സെൽവാൾ അപ്പൻഡേജസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ബാക്ടീരിയസിനൊന്നും ഈ സെൽവാൾ അപ്പൻഡേജസ് കാണത്തില്ല, ചിലതിന് മാത്രമേ ഇങ്ങനത്തെ സാധനങ്ങൾ പൊസസ് ചെയ്യത്തുള്ളൂ. ആദ്യത്തെ സെൽവാൾ അപ്പൻഡേജ് എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ ആണ്. ക്യാപ്സ്യൂളിന് വേറൊരു പേര് കൊടുക്കുന്നത് സ്ലൈം ലെയർ. ഈ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെ ഈ സെൽവാളിന് പുറമെ ഒരു ലൂസ് ഫിറ്റിംഗ് ആയിട്ട് അല്ലെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൂസ് ലെയറിനെയാണ് നമ്മൾ ഈ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്ലൈം ലെയർ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയൽ വൈറലൻസ് എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങൾ വന്ന് ഇതിനെ ഫാഗോസൈറ്റോസ് നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് മെയിൻ ആയിട്ടും ഈ ഒരു ക്യാപ്സ്യൂൾ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നുള്ള ഒരു ഇതാണ് ഐഡന്റിഫിക്കേഷൻ. ഈ ക്യാപ്സ്യൂളിലുള്ള ചില ആന്റിജൻസ് വെച്ചിട്ട്, പർട്ടിക്കുലർ ആന്റിജൻസ് വെച്ചിട്ട് ഓരോ ബാക്ടീരിയ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ്ഡ് ആസ് വാക്സിൻ. ഈ ക്യാപ്സ്യൂളിന്റെ ഓരോ ആന്റിജൻസ് യൂസ് ചെയ്ത് ഓരോ വാക്സിൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ലൈക്ക് ന്യൂമോകോക്കസ് അല്ലെങ്കിൽ മെനിജോകോക്കസ് പോലുള്ള ബാക്ടീരിയക്കെതിരായിട്ടുള്ള വാക്സിൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ക്യാപ്സ്യൂളിലുള്ള ആന്റിജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെൽവാൾ അപ്പൻഡേജ് വരുന്നത് ഫ്ലജല്ലയാണ്. ഫ്ലജല്ല എന്ന് പറയുന്ന ഒരു ത്രെഡ് ലൈക്ക് അപ്പൻഡേജസ് പ്രൊട്രൂഡിങ് ഫ്രം ദി സെൽവാളിൽ നിന്നും പ്രൊട്രൂഡ് ചെയ്യുന്ന ഒരു ത്രെഡ് ലൈക്ക് അപ്പൻഡേജ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാറ്റയിൽ 2 കൊമ്പ് പോലൊക്കെ കാണത്തില്ല, അതുപോലെ ത്രെഡ് ലൈക്ക് പോലെ വരുന്നത് തന്നെയാണ് നമ്മൾ ഫ്ലജല്ല എന്ന് പറയുന്നത്.
ഫ്ലജല്ല മെയിൻ ആയിട്ടും 4 തിരിച്ചു 4 ടൈപ്സ് പറയുന്നുണ്ട്. ഒന്നാമത് പെരിട്രിക്കസ് എന്ന് പറയും. പെരിട്രിക്കസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ സെൽ ബോഡിയിൽ ഇവർക്ക് ഫ്ലജല്ല കാണും. പിന്നെ വരുന്ന മോണോട്രിക്കസ് ആണ്. മോണോട്രിക്കസ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഒരു ഫ്ലജല്ല മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ലോഫോട്രിക്കസ് ഉണ്ട്. ലോഫോട്രിക്കസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പോളാർ ഫ്ലജല്ലയാണ് എന്ന് പറഞ്ഞാൽ പോളാർ എന്ന് പറയുമ്പോൾ 2 പോൾസ്, അതാണ് 2 ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 പോൾസിലായിട്ട് മൾട്ടിപ്പിൾ ഫ്ലജല്ല, ഒന്നിക്കൂടെ ഫ്ലജല്ല കാണും. ഇനി ആഫിട്രിക്കസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2 പോളിലും ഓരോ ഫ്ലജല്ല വെച്ച്, അതിനെയാണ് ആഫിട്രിക്കസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ഫ്ലജല്ലയാണ് പറയുന്നത്. ഇനി അടുത്ത വരുന്ന സെൽ വാൾ അപ്പൻഡേജ് എന്ന് പറയുന്നത് ഫിംബ്രി ആണ്. ഫിംബ്രി ഓർ പിലി എന്നും പറയും. ഓക്കെ, എന്താണ് ഫിംബ്രി? ഫിംബ്രി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫൈൻ ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ആണ്. ഇപ്പം നമ്മുടെ പുഴുവൊക്കെ നോക്കുകയാണെങ്കിൽ പുഴുവിലൊക്കെ ഇങ്ങനെ ചെറിയ 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 ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് പോലെ കാണാം. അതിനെയാണ് നമ്മൾ ഫിംബ്രി അല്ലെങ്കിൽ പിലി എന്ന് പറയുന്നത്. ഇതും 2 ടൈപ്സ് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് കോമൺ പിലി ഉണ്ട്, 2 പറയുന്നത് സെക്സ് പിലി എന്നും പറയും. ഇത്രയും കാര്യങ്ങളാണ് ഒരു സെൽ വാൾ മോർഫോളജി അല്ലെ ബാക്ടീരിയൽ സെല്ലിന്റെ അനാട്ടമി, ബാക്ടീരിയൽ സെല്ലിന്റെ സ്ട്രക്ചർ എന്നൊക്കെ ചോദിച്ചാൽ എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇത് കൂടാണ്ട് ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടെയുണ്ട്, ബാക്ടീരിയൽ സെൽ വാളിന്റെ ഫങ്ഷൻസ്, അതുകൂടി ആഡ് ചെയ്യണം. പിന്നെ ഉള്ളത് ഡയഗ്രാംസ് ആണ്. ഡയഗ്രാംസ് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോബയോളജിയിലാണ് ഡയഗ്രാംസ് ആഡ് ചെയ്യുന്നത്, മാർക്ക് കൂട്ടാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഈ സ്ട്രക്ചർ ഓഫ് ദി ബാക്ടീരിയൽ സെല്ല് നന്നായിട്ട് തന്നെ വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷൻ ആണ് ബാക്ടീരിയ ഗ്രോത്ത് കർവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് ഒക്കെ വരച്ച് തന്നെ പഠിക്കണം. ബാക്ടീരിയ ഗ്രോത്ത് കർവ് എന്നാണ്? ബാക്ടീരിയ ഗ്രോത്ത് കർവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ അതിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിക്വിഡ് കൾച്ചറിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഗ്രോ ചെയ്യുന്ന ഓരോ പോയിന്റ്സും നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ മാർക്ക് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ബാക്ടീരിയ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാഫിന് മെയിൻ ആയിട്ട് 4 ഫേസസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ലാഗ് ഫേസ് ഉണ്ട്, ലോഗ് ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേഷനറി ഫേസ് ആൻഡ് ലാസ്റ്റ് ഡിക്ലൈൻ ഫേസ്. അപ്പൊ ഈ ഫേസ് എല്ലാം ഉണ്ട്. ആ ഫേസിനെ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ ഓരോ ഫേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഗ്രാഫിൽ കൃത്യമായിട്ട് ഈ ഓരോ ഫേസും മാർക്ക് ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ വെരി ഷോർട്ട് ആൻസേഴ്സിൽ വേണേൽ ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയിലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ബാക്ടീരിയ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ആദ്യത്തെ എന്ന് പറയുന്നത് ഓക്സിജൻ, രണ്ടാമത് ടെമ്പറേച്ചർ, pH, കാർബൺ ഡയോക്സൈഡ്, ലൈറ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് മോയിസ്ചർ. നെക്സ്റ്റ് വരുന്നത് ലബോറട്ടറി മെത്തേഡ്സ് ആണ്. ഓരോ മൈക്രോബ്സിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, അതിനുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. ആദ്യത്തെ നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്സ് ആണ് കാണുന്നത്. സ്റ്റെയിനിങ് ടെക്നിക്സ് എന്ന് മാത്രം എടുത്തു ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്രാം സ്റ്റെയിനിങ്, അങ്ങനത്തെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള സ്റ്റെയിനിങ് ടെക്നിക്സ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഒന്നാമത്തെ സ്റ്റെയിനിങ് ടെക്നിക് എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റെയിൻ ആണ്. സിമ്പിൾ സ്റ്റെയിനിൽ പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് ഒരേ ഒരു സ്റ്റെയിനിങ്ങേ ഉപയോഗിക്കത്തുള്ളൂ. അതിൽ നിന്ന് ആ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് ബാക്ടീരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ ഇപ്പം മെത്തിലിൻ ബ്ലൂ ഉപയോഗിച്ച് നമ്മളൊരു ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റെയിൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ലൈക്ക് ഗ്രാം സ്റ്റെയിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഒന്നിൽ കൂടുതൽ സ്റ്റെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യുന്നത്. തേർഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്റ്റെയിൻ ആണ്. എന്ന് പറഞ്ഞാൽ ചില പർട്ടിക്കുലർ ബാക്ടീരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ചില സ്റ്റെയിനുകൾ മാത്രം, ആ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ കണ്ടുപിടിക്കാൻ മാത്രമായിട്ട് നമ്മൾ സ്റ്റെയിനുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ സ്പെഷ്യൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആൽബർട്ട് സ്റ്റെയിനിങ്, അല്ലെങ്കിൽ സ്പോർ സ്റ്റെയിനിങ്, ഫ്ലജർല സ്റ്റെയിനിങ് എന്നൊക്കെ പറയുന്ന ഓരോ എക്സാമ്പിൾസ് ആണ്. ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റെയിനിങ് ആണ്. നെഗറ്റീവ് സ്റ്റെയിനിങ് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ സസ്പെൻഷന്റെ ഒരു ഡ്രോപ്പ് ഒരു പർട്ടിക്കുലർ സ്റ്റെയിനിലേക്ക് ഒഴിക്കുന്നു. അപ്പൊ ആ ബാക്ടീരിയ ഒഴികെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ സ്റ്റെയിൻഡ് ആയിട്ട് കാണും. ബട്ട് ബാക്ടീരിയക്ക് സ്റ്റെയിനിങ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ബാക്ടീരിയക്ക് അതിന്റെ കളർ തന്നെയായിരിക്കും കാണുന്നത്, ബട്ട് ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ സ്റ്റെയിൻഡ് ആയിരിക്കും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഗ്രാം സ്റ്റെയിൻ കാണാം. ഗ്രാം സ്റ്റെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിച്ചേച്ച് പോവുക. കാരണം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. അപ്പം പ്രൊസീജിയർ കാണാം. ഗ്രാം സ്റ്റെയിനിങ് എങ്ങനെയാണ് പ്രൊസീജിയർ? ഫസ്റ്റ് 4 സ്റ്റെപ്പ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റെയിൻ ആണ്. നമ്മൾ ആദ്യം ഒരു ബാക്ടീരിയയിൽ ഒരു സ്മിയർ ഹീറ്റ് ഫിക്സ് ചെയ്യും. നമ്മളൊരു പെട്രി ഡിഷ് പോലത്തെ ഒരു ഇതെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ബാക്ടീരിയ
അല്ലെങ്കിൽ സ്മിയർ പ്ലേസ് ചെയ്തിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് അത് ഫിക്സ് ചെയ്ത് വെക്കും. കാരണം സ്റ്റെയിൻ ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഈ സ്മിയർ പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹീറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഈ ഹീറ്റ് ഫിക്സ് ചെയ്ത സ്മിയറിലേക്ക് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ ആയിരിക്കും. അതിനുശേഷം 1 മിനിറ്റ് അത് കീപ്പ് ചെയ്യുന്നു, പിന്നെ നന്നായിട്ട് വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ബാക്ടീരിയ സ്മിയറിലാണെങ്കിൽ ഓൾറെഡി ഈ സ്റ്റെയിനിങ് കാണാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് മോർഡറന്റ് ആണ്. മോർഡറന്റ് എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഗ്രാം സൈഡിൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ, ഒരു സ്റ്റെയിൻ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ 1 മിനിറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വാട്ടറിൽ വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി വേറൊരു കളർ ആയിരിക്കും ഈ ഒരു കളർ കൂടി ആഡ് ചെയ്തിട്ട്, ഓൾറെഡി ഒരു സ്റ്റെയിൻ ഉണ്ട് ആ ബാക്ടീരിയ സ്മിയറിന്, ഈ ഒരു കളർ കൂടി ആഡ് ചെയ്തിട്ട് ഇച്ചിരി കൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കും ഈ ബാക്ടീരിയ സ്മിയറിൽ ഇപ്പൊ അപ്പിയർ ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീകളറൈസേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡീകളറൈസർ ഒഴിക്കുന്നു. വെച്ചാൽ ഈ സ്റ്റെയിൻ റിമൂവ് ആവാനുള്ള ഡീകളറൈസർ ഒഴിക്കുന്നു. അത് ഒഴിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിയുന്നു. ഇമ്മീഡിയറ്റ്ലി നമ്മൾ 1 മിനിറ്റ് നിന്ന് കീപ്പ് ചെയ്യുന്നില്ല, ഇമ്മീഡിയറ്റ്ലി നമ്മളിത് വാഷ് ചെയ്ത് കളയുന്നു. വാഷ് ചെയ്ത് കളയുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നത്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ നമ്മുടെ ഡീകളറൈസർ ഈ സ്റ്റെയിൻസ് എല്ലാം റിമൂവ് ചെയ്ത് കളയും. ഓർത്തിരിക്കുക, ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ ഈ സ്റ്റെയിൻ റിമൂവ് ആവും. ഇല്ല, ഇനി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ ഈ പ്രൈമറി സ്റ്റെയിൻ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒഴിച്ച സ്റ്റെയിൻ അതേ രീതിയിൽ തന്നെ കാണും. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കൗണ്ടർ സ്റ്റെയിൻ ആണ്. പിന്നെയും ഒരു സെക്കൻഡറി സ്റ്റെയിൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഡൈലൂട്ട് കാർബോൾ ഫിഷിംഗ് പോലുള്ള സ്റ്റെയിൻ ആയിരിക്കും നമ്മൾ ഇവിടെ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് 30 സെക്കൻഡ് വരെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇത് സ്മിയർ നോക്കി കഴിയുമ്പോഴത്തേനും ഒരു പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രാം നെഗറ്റീവ് ആണ്. നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ തേർഡ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് കണ്ടുപിടിക്കാമെങ്കിലും ഗ്രാം നെഗറ്റീവ് ഒന്നുകൂടി നമുക്ക് കൺഫേം ചെയ്യാൻ ഒന്ന് കൗണ്ടർ സ്റ്റെയിൻ ചെയ്ത് നോക്കിയാൽ മതിയായിരിക്കും. അപ്പൊ ഈ 4 സ്റ്റെപ്പുകളാണ് നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞു, ഈ കളർ വെച്ചിട്ടാണ് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാം സ്റ്റെയിനിങ്, അതുപോലെ തന്നെ അതിന്റെ യൂസസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും കൂടി എല്ലാം ഒന്ന് വായിച്ചിരിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്ന ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ ആണ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ പോൾ എൻറിച്ച് ഡിസ്കവർ ചെയ്ത്. പോൾ എൻറിച്ച് ആണ് ഇത് ആദ്യം ഡിസ്കവർ ചെയ്തെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുത്തത് സീൽ നീൽസൺ ആണ്. അപ്പൊ എന്താണ് ആസിഡ് ഫാസ്റ്റ്? ആസിഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ബാക്ടീരിയൽസ് അതിന്റെ സെൽ വാളിന്റെ കോണ്ടന്റ്, മൈക്കോളിക് ആസിഡ് പോലുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ സെൽ വാളിന്റെ തിക്നെസ് ഒക്കെ കാണും. ചില ബാക്ടീരിയ സ്റ്റെയിനിങ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സിന്റെ ഇടയ്ക്ക് ലബോറട്ടറി ടെസ്റ്റിന്റെ ഇടയ്ക്ക് സ്റ്റെയിനിങ് ചെയ്താലും സ്റ്റെയിന് പിടിക്കത്തില്ല, എന്ന് വെച്ചാൽ കളർ പിടിക്കാതിരിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ ആസിഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ബാക്ടീരിയ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിന്റെ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മൈക്കോബാക്ടീരിയ ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. സോ ഇതിന്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാന്ന് കാണാം. ഇതിനെ നമ്മൾ സീൽ നീൽസൺ ടെക്നിക് എന്നാണ് പറയുന്നത്. സീൽ നീൽസൺ ടെക്നിക്കിന്റെ അകത്ത് മെയിൻ ആയിട്ടും 3 സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റെയിൻ. ഇതിന്റെ അകത്ത് നമ്മുടെ സ്മിയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ഹീറ്റ് ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ എയർ ഡ്രൈ ആണ് ചെയ്യുന്നത്. ഈ സ്മിയറിനെ നമ്മൾ ഹീറ്റ് ഫിക്സ് അല്ല എയർ ഡ്രൈ ചെയ്തിട്ട് ആദ്യം നമ്മൾ സ്ട്രോങ് കാർബോൾ ഫിഷിൻ സ്റ്റെയിൻ നമ്മൾ പോർ ചെയ്യുന്നു. അതൊരു 5 മിനിറ്റത്തേക്ക് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നു. 5 മിനിറ്റ് ഒക്കെ ടൈം അത്രയും കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിന്റെ സെൽ വാളിന്റെ തിക്നെസ് ആണ് ഈ സ്റ്റെയിൻ അത്രയും പെട്ടെന്ന് അത് വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ടാണ് 5 മിനിറ്റ് ടൈം നമ്മൾ കൊടുക്കുന്നത് ബെറ്റർ പെനിട്രേഷൻ ആയിട്ട്. ദെൻ റിൻസ് ദി സ്ലൈഡ് വിത്ത് ടാപ്പ് വാട്ടർ, സാധാ വാട്ടർ വെച്ച് നമ്മൾ കഴുകി കളയുന്നു. സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ ഡീകളറൈസർ ആണ്. അതിൻ്റെ അകത്ത് 25% സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ആ സ്ലൈഡിലേക്ക് ഒഴിക്കുന്നു. 2 to 4 മിനിറ്റ്സ് ആണ് ഇവിടെ കീപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ പിന്നെയും ടാപ്പ് വാട്ടർ കഴുകുന്നു. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കൗണ്ടർ സ്റ്റെയിനിങ് ആണ്. കൗണ്ടർ സ്റ്റെയിനിങ് വരുമ്പോഴത്തേനും മെത്തിലിൻ ബ്ലൂ നമ്മൾ ഒരു 30 സെക്കൻഡത്തേക്ക് അതിന്റെ മുന്നിലേക്ക് പോർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ 30 സെക്കൻഡ് പോർ ചെയ്ത് കഴിയുമ്പോഴത്തേനും സ്റ്റെയിനിങ് അത്യാവശ്യം സ്റ്റെയിൻ ആവും. ബാക്ടീരിയ സെൽസിലെല്ലാം നല്ല സ്റ്റെയിൻ ആവും. സ്റ്റെയിൻ ആയി കഴിയുമ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ നമ്മളത് വിഷ്വലൈസ് ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ സീൽ നീൽസൺ ടെക്നിക്ക് അതിന്റെ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കൾച്ചർ മീഡിയ. കൾച്ചർ മീഡിയ നമ്മുടെ ഓരോ ബാക്ടീരിയൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി, മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ബ്ലഡ് കൾച്ചർ ചെയ്യുക, അല്ലെ യൂറിൻ കൾച്ചർ ചെയ്യുക, അങ്ങനെ കേട്ടിട്ടുള്ളതാണ്. അതിനാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന മീഡിയത്തെയാണ് നമ്മൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ ആവശ്യമായി, മൾട്ടിപ്ലൈ ചെയ്യാൻ ആവശ്യമായ എല്ലാവിധ എൻവയോൺമെന്റും, കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും കറക്റ്റ് ആയിട്ടുള്ള
അതിന്റെ എൻവയോൺമെന്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൾച്ചർ മീഡിയ മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണ് പറയുന്നത്. ബേസ്ഡ് ഓൺ ടൈപ്സ് പറയുന്ന ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി ആണ്. അതിനകത്ത് വരുന്ന ലിക്വിഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ ബ്രോത്ത് എന്ന് പറയും. സെമി സോളിഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സോളിഡ് വരുന്നുണ്ട്. അങ്ങനെ 3 ടൈപ്സ് പറയുന്നുണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് ഗ്രോത്ത് ഡിറ്റക്ഷൻ, ഓരോ നമ്മൾ എങ്ങനെയാണ് ഈ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഡിറ്റക്ട് ചെയ്യുന്നത് എന്ന് അതിന്റെ മെത്തേഡ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് കൺവെൻഷനൽ, രണ്ടാമത് ഓട്ടോമേറ്റഡ്. കൺവെൻഷനൽ എന്ന് പറയുമ്പോഴത്തേനും പല ടൈപ്പുകൾ വരുന്നുണ്ട്. ഇപ്പൊ ലൈക്ക് സിമ്പിൾ അല്ലെങ്കിൽ ബേസൽ മീഡിയ, അല്ലെങ്കിൽ എൻറിച്ച്ഡ് മീഡിയ, അതുപോലെ സെലക്റ്റീവ് മീഡിയ പോലെ കുറെ ടൈപ്സ് പറയുന്നുണ്ട്. ഓട്ടോമേറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ ആയിരിക്കും അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. കൺവെൻഷനിൽ നമ്മൾ മാനുവലി ആയിരിക്കും ഇതിന്റെ ഗ്രോത്ത് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ബട്ട് ഓട്ടോമേറ്റഡിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻസ് ആയിരിക്കും അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അകത്ത് വരുന്ന എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്ന ഇത് എടുത്തു ചോദിച്ചിട്ടുള്ളതാണ് 5 മാർക്കിന്. അതുകൊണ്ട് കാരണം എൻറിച്ച്ഡ് മീഡിയ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അതുകൂടാതെ കൾച്ചർ മീഡിയ എന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അതൊരു എസ്സേക്ക് പഠിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളൊന്ന് നോക്കി പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത നമ്മുടെ 3rd ചാപ്റ്ററിലേക്ക് പോവുകയാണ്. പത്തോജനിക് ഓർഗാനിസംസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേയേറെ ബാക്ടീരിയാസിന്റെ, അതുപോലെ തന്നെ വൈറസ്, പാരസൈറ്റ്സിന്റെ ഒക്കെ, ഫംഗയുടെ ഒക്കെ കുറേ പേരുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള മോർഫോളജി, പത്തോജനിസിസ്, ലൈബ്രറി ഡയഗ്നോസിസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. ഇതും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുറേയേറെ ഓർഗാനിസംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്യാം, കാരണം എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതണ്ടേന്നറിയാൻ. നമ്മളോട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ മോർഫോളജി ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അപ്പം എങ്ങനെയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിനെ പറ്റി എഴുതാം? ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് മെയിൻ ആയിട്ട് TB കോസ് ചെയ്യുന്നു. ആദ്യം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് മോർഫോളജി ആണ്. എന്താണ് മോർഫോളജി? മോർഫോളജി വരുന്നത് straight or slightly curved, rod shaped and non-motile, non-spore forming ബാക്ടീരിയമാണ് ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനാണ് തിക്ക് ആയിട്ടുള്ള ലിപ്പിഡ് റിച്ച് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട് വിത്ത് മൈക്കോളിക് ആസിഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. പിന്നെ വരുന്നത് ട്രാൻസ്മിഷൻ ആണ്. ഏതൊക്കെ രീതിയിലാണ് മൈക്കോബാക്ടീരിയം ട്രാൻസ്മിറ്റഡ് ആവുന്നത്? മെയിൻ ആയിട്ടും എയറോസോൾ ത്രൂ ആണ്, എയർ ട്രാൻസ്മിഷൻ ആണ് മെയിൻ ആയിട്ടും വരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും ആഡ് ചെയ്യേണ്ടത്. പിന്നെ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലബോറട്ടറി ഡയഗ്നോസിസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രൊഫൈലാക്സിസ് എന്താണ്, അതൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എന്താണ് ലബോറട്ടറി ഡയഗ്നോസിസ് എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ത്രൂ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. അതുപോലെ തന്നെ കൾച്ചർ മെത്തേഡ് ത്രൂ കണ്ടുപിടിക്കാം, മോളിക്കുലർ മെത്തേഡ്സ് ത്രൂ കണ്ടുപിടിക്കാം. ഇൻ കേസ് ഇനി ലേറ്റന്റ് ആയിട്ടുള്ള TB ആണെന്നുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മാൻഡോസ് ടെസ്റ്റ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ലബോറട്ടറി ഡയഗ്നോസിസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതണ്ടേ. പ്രൊഫൈലാക്സിസ് ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് എന്തായിരിക്കും വരുന്നത്? വാക്സിൻ ആയിരിക്കും വരുന്നത്. നമ്മുടെ TBക്കകത്ത് നമ്മൾ എടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് BCG ആണ്. അപ്പം BCGയെ പറ്റിയുള്ള 2 പോയിന്റ്സ് കൂടി നോക്കി വയ്ക്കുക. ഇനിയുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. ഒന്നെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ മോർഫോളജി, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പത്തോജെനിസിറ്റി, ലബോറട്ടറി ഡയഗ്നോസിസ് ആൻഡ് പ്രൊഫൈലാക്സിസ് ഓഫ് കൊറേനി ബാക്ടീരിയം ഡിഫ്തീരിയ. അതുപോലെ തന്നെ എൻട്രിക് ഫീവറിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ചോദിച്ചിട്ടുണ്ട്, സാൽമണല്ല ചോദിച്ചിട്ടുണ്ട്, സാൽമണല്ല ടൈഫി, ക്ലോസ്ട്രീഡിയം ചോദിച്ചിട്ടുണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക, ഗോണോക്കൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസംസിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ എല്ലാ ഡീറ്റെയിൽസ് നന്നായിട്ട് തന്നെ പഠിച്ചേച്ച് പോകാൻ ഓർക്കുക. നമുക്ക് ഇനി ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. 4th ചാപ്റ്റർ ഇന്ന് ഇമ്മ്യൂണിറ്റി ആണ്. ഇമ്മ്യൂണിറ്റിയിൽ ലോങ്ങസ് അത്ര വരാൻ ചാൻസ് ഉള്ളതല്ല, എന്നാലും പഠിച്ചിരിക്കുക മാക്സിമം. ഷോർട്ടസേക്ക് എന്ന രീതിയിലെങ്കിലും അത്യാവശ്യം പോയിന്റ്സ് എല്ലാം നോക്കി വയ്ക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് നമുക്ക് ഇമ്മ്യൂണിറ്റി ആണുള്ള. ഇമ്മ്യൂണിറ്റിയിൽ ടൈപ്സ് ചോദിക്കുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ടൈപ്സ് അല്ലെ ക്ലാസിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ഒരു ലോങ് വെരി ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടൈപ്സ് ഏതൊക്കെയാണ്? ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്, ലോക്കൽ അല്ലെങ്കിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി, ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു 5 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളതാണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. എന്താണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ?
ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ വിച്ച് ദ ആന്റിജൻ ഓർ എ ഫോറിൻ സബ്സ്റ്റൻസ് കമ്പൈൻഡ് വിത്ത് ഇറ്റ്സ് ആന്റിബോഡി. ഒരു നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ ബോഡി പ്രവേശിക്കുകയാണെങ്കിൽ അതിനാണ് ആന്റിജൻ എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ ബോഡിയിലുള്ള ആന്റിബോഡി അറ്റാക്ക് ചെയ്യുന്നു. അത് രണ്ടും തമ്മിൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. എന്തിനാണ്? ഈ ആന്റിജനെ നശിപ്പിക്കാൻ വേണ്ടി. അതിനെയാണ് നമ്മൾ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എന്ന് പറയുന്നത്. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ രണ്ട് ടൈപ്സ് പറയുന്നുണ്ട് മെയിൻ ആയിട്ടും. പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ഉണ്ട്, അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ ഉണ്ട്. അതുകൂടാതെ ഈ റിയാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റുകൾ ലബോറട്ടറി ടെസ്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. അത് കൺവെൻഷണൽ ടെക്നിക്സും ഉണ്ട്, അതുപോലെ ന്യൂവർ ടെക്നിക്സും ഉണ്ട്. ഈ കൺവെൻഷണൽ ടെക്നിക്സിന്റെ അകത്ത് വരുന്നതാണ് ഈ പ്രസിപ്പിറ്റേഷനും അതുപോലെ തന്നെ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ന്യൂവർ ടെക്നിക്സിന്റെ അകത്ത് വരുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻസൈം ലിങ്ക്ഡ് ഫ്ലൂറസെന്റ് അസേ, ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ്, അങ്ങനെ പറയുന്ന റാപ്പിഡ് ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളും ഈ ന്യൂവർ ടെക്നിക്സിന്റെ അതും വരുന്നുണ്ട്. ഇതിൽ തന്നെ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന എലൈസ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ മെയിൻ ആയിട്ടും വരുന്ന ന്യൂവർ ടെക്നിക്സിന്റെ അടിയിലാണ്. അപ്പൊ ഈ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ലബോറട്ടറി ടെസ്റ്റ് ആണിത്. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. അത് ഒരു എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിൽ. ദിസ് ദ ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ദി ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എന്താണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി? ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ എന്തും ആവട്ടെ, എന്ത് പ്രവേശിച്ചാലും നമ്മുടെ ബോഡി എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ ഡെഫിനിഷനെ കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ടൈപ്പ് 1 ആണ് അത്യാവശ്യം ലോങ് ആയിട്ടുള്ളത്. അപ്പൊ ടൈപ്പ് 1 നന്നായിട്ട് പഠിച്ചിരിക്കുക, അത് മാത്രം എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4, 4 ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ ആണുള്ളത്. ടൈപ്പ് 1 എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. വാക്സിൻസിന്റെ അകത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വെരി ഷോർട്ട് ആൻസർ ആണ്. വാക്സിൻസ്, ടൈപ്സ് ഓഫ് വാക്സിൻസ് വേണേ ചോദിക്കാം, അല്ലെങ്കിൽ നെയിം മെനി ഫോർ വാക്സിൻസ് എന്ന് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും വരാം. അല്ല വാക്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, 4 ടൈപ്സ് എന്ന് പറയുമ്പോൾ ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻ ഉണ്ട്, അതുപോലെ ഇനാക്ടിവേറ്റ് ഓർ കിൽഡ് വാക്സിൻ ഉണ്ട്, ടോക്സോയിഡ് വാക്സിൻ ഉണ്ട്, സബ് യൂണിറ്റ് വാക്സിൻ, എക്സ്ട്രാക്റ്റഡ് വാക്സിൻ, അങ്ങനെ പല ടൈപ്സ് ഓഫ് വാക്സിൻ ഉണ്ട്. കുറച്ച് ടൈപ്സ് ഒക്കെ നോക്കി വെക്കുക. അതുപോലെ തന്നെ ചില വാക്സിൻസിന്റെ പേര് നോക്കി വെക്കുക. ഇപ്പൊ BCG ആവട്ടെ, ടോക്സോയിഡ്, ടെറ്റനസ് ആവട്ടെ, അങ്ങനെ കുറച്ച് വാക്സിൻസിന്റെ ഒക്കെ പേര് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളും എല്ലാം ഒന്ന് ആ ബോക്സ് ഒന്ന് നോക്കി കറക്റ്റ് ആയിട്ടുള്ള ഏറ്റവും റിന്യൂഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ തന്നെ നോക്കി പഠിച്ചേച്ചു പോവുക. 5 മാർക്കിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നമ്മുടെ മൈക്രോബയോളജിയുടെ 4 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ മാക്സിമം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം അത്യാവശ്യം പാടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. കുറേ ബാക്ടീരിയാസും ഓർഗാനിസത്തിന്റെ ഒക്കെ പേര്, അതിന്റെ പത്തോജനിസിസ്, ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇനി അടുത്ത വീഡിയോ താമസിക്കാതെ ഇൻഫെക്ഷൻ കൺട്രോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ MCQ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് നോക്കുക, നമ്മളെ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.